ഹായ് ഫ്രണ്ട്സ്, കേരള PSC 360 ഓൺലൈൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷന്റെ ഒരു സെഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒരു പ്രോബ്ലത്തിലോട്ട് പോകാം കേട്ടോ. അതായത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതും ഏറ്റവും അധികം പേര് തെറ്റിക്കുന്ന ഒരു പ്രോബ്ലമാണ് കോയിൻസ്, അതായത് നാണയം ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസുകൾ കേട്ടോ. അത് നമുക്ക് എങ്ങനെയാണ് ഒരു തെറ്റും കൂടാണ്ട് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ പറയുന്നത് 56 രൂപയുള്ള ഒരു ബാഗിൽ 1 രൂപ 50 പൈസ 25 പൈസയാണ് ഉള്ളത്. ഇവ തമ്മിലുള്ള അംശബന്ധം 1:4:4 ആണ്. എങ്കിൽ 25 പൈസ നാണയങ്ങളുടെ മൂല്യം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ കോയിൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഏത് പ്രോബ്ലം വരികയാണെങ്കിലും നമുക്കത് പെട്ടെന്നും അതുപോലെ തന്നെ തെറ്റില്ലാണ്ടും എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ കോയിൻസും നമ്പേഴ്സ് വാല്യൂസും ഈ 3 കൺസെപ്റ്റും കറക്റ്റ് ആയിട്ട് എഴുതിയാൽ തന്നെ നമുക്ക് ഏത് പ്രോബ്ലം ആണെങ്കിലും കോയിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് പ്രോബ്ലം ആണെങ്കിലും പെട്ടെന്നും തെറ്റു കൂടാണ്ടെയും ചെയ്യാൻ പറ്റും. ഇപ്പൊ നോക്കുക, ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടതാണ് കോയിൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. അതായത് 1 രൂപയുടെ കോയിൻ ഉണ്ട്, 50 പൈസയുടെ കോയിൻ ഉണ്ട്, 25 പൈസയുടെ കോയിൻ ഉണ്ട് അല്ലെ. ഇവ തമ്മിലുള്ള റേഷ്യോ, അതായത് ഇവ തമ്മിലുള്ള റേഷ്യോ പറഞ്ഞാൽ ആ കോയിൻസിന്റെ എണ്ണം, അതായത് കോയിൻസിന്റെ നമ്പേഴ്സുകൾ തമ്മിലുള്ള റേഷ്യോ എത്ര പറയുന്നതെന്ന് വെച്ചാൽ 1:4:4 എന്നാണ് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് കോയിൻസിന്റെ അതിന്റെ എണ്ണങ്ങളും ഉണ്ട്. അപ്പൊ ഈ കോയിൻസും എണ്ണത്തിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വാല്യൂ എത്രയെന്ന് കണ്ടുപിടിക്കുക, അതായത് മൂല്യം എത്രയെന്ന് കണ്ടുപിടിക്കുക. ഇവിടെ എണ്ണം തന്നിരിക്കുന്നത് റേഷ്യോ പ്രകാരമാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന മൂല്യവും എന്ത് പ്രകാരമായിരിക്കും? റേഷ്യോ പ്രകാരമായിരിക്കും കിട്ടുക അല്ലെ. അതിപ്പോ 1 രൂപയുടെ ഒരു കോയിനാണ് ആ ബാഗിൽ ഉള്ളതെങ്കിൽ എത്ര രൂപയാണ് ആ ബാഗിൽ ഉണ്ടാവുക? 1 രൂപയാണ് ഉണ്ടാവുക. 50 പൈസയുടെ 4 കോയിൻസ് ആണെങ്കിൽ 2 രൂപയാണ് ഉണ്ടാവുക. 25 പൈസയുടെ 4 കോയിൻ ആണെങ്കിൽ 1 രൂപയാണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ ഈ 1:4:4 എന്ന് പറയുന്ന അംശബന്ധ പ്രകാരം ആ ബാഗിൽ ഉള്ള മൊത്തം വാല്യൂ, അതായത് ആ ബാഗിൽ ഉള്ള മൊത്തം രൂപ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1+2 3, 3+1 4 വരിക അല്ലെ. പക്ഷെ നമുക്ക് ബാഗിലുള്ള മൊത്തം മൂല്യം 4 പകരം എത്ര തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ 56 തന്നിരിക്കുന്നത് അല്ലെ. അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ റേഷ്യോ 4, അതിന്റെ യഥാർത്ഥ മൂല്യം എന്ന് പറയുന്നത് 56 തന്നിരിക്കുന്നത് അല്ലെ. അതായത് 4 എന്ന് പറയുന്ന റേഷ്യോ 56 ഈക്വൽ ആവുന്നത്. അപ്പൊ 1 എന്ന് പറയുന്ന റേഷ്യോ 14 ഈക്വൽ ആവുക അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് 1 എന്ന് പറയുന്ന റേഷ്യോന്റെ മൂല്യം എത്ര വരിക? 14 വരിക. അപ്പൊ നമുക്ക് എന്താണ് ഇനി കണക്കാക്കേണ്ടതെന്ന് വെച്ചാൽ 1 എന്ന് പറയുന്ന റേഷ്യോ 14 അല്ലെ. അപ്പോ കോയിൻസിന്റെ എണ്ണമാണ് കണക്കാക്കുന്നതെങ്കിൽ നമ്മൾ ഈ റേഷ്യോയില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതേപോലെ തന്നെ കോയിൻസിന്റെ വാല്യൂ അല്ലെങ്കിൽ മൂല്യമാണ് കണക്കാക്കുന്നതെങ്കിൽ ഈ റേഷ്യോസിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്കിവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? 25 പൈസ നാണയങ്ങളുടെ മൂല്യം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. 25 പൈസ നാണയങ്ങളുടെ എന്താ ചോദിച്ചിരിക്കുന്നത്? മൂല്യമാണ് ചോദിച്ചിരിക്കുന്നത്. മൂല്യം എത്ര വരിക? 1 വരിക അല്ലെ. അപ്പൊ അതും 1 തന്നെയാണ് വരിക. 1 നമ്മൾ ആൾറെഡി എന്താ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്? 14 വരിക അല്ലെ. അപ്പോ 25 പൈസ നാണയങ്ങളുടെ മൂല്യം എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക എന്ന് വെച്ചാൽ 14 വരിക. ഇപ്പൊ ഇതേ ക്വസ്റ്റ്യനിൽ 25 പൈസ നാണയങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? 25 പൈസ നാണയങ്ങളുടെ എണ്ണം, അതായത് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ 1 14 ആണെങ്കിൽ 4 56 വരിക. അപ്പൊ കറക്റ്റ് ആയില്ലേ? 56 25 പൈസ നാണയങ്ങൾ ഉണ്ടെങ്കിലാണ് അതിന്റെ മൂല്യം എന്ത് വരിക? 14 വരിക. ഓക്കെ, ഓക്കെ, നമുക്ക് അടുത്തത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് റേഷ്യോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഡിസ്കസ് ചെയ്തത് അല്ലെ. ഇനി നമുക്ക് പ്രപ്പോർഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതായത് പ്രപ്പോർഷൻ എന്നത് കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ 2 റേഷ്യോസ് എപ്പോഴാണോ തുല്യമാവുന്നത് അപ്പോഴാണ് 2 റേഷ്യോസും പ്രപ്പോർഷനിലാണെന്ന് പറയാൻ പറ്റുക. ഓക്കെ,
അതായത് രണ്ട് റേഷ്യോസ് എപ്പോഴാണോ തുല്യമാവുന്നത് അപ്പോഴാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, രണ്ട് റേഷ്യോസും പ്രപ്പോർഷനിലാണ് എന്ന് പറയാൻ പറ്റുക. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. ഇവിടെ നമുക്ക് 20/, അതായത് A/B 20/25 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ C/D എന്ന് പറയുന്നത് 4/5 ആണ് തന്നിരിക്കുന്നത് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നമുക്കറിയാം A/B 20/25 എന്ന് പറഞ്ഞാൽ അതിനെ ചെറുതാക്കുമ്പോൾ എത്ര വരിക, 4/5 അല്ലെങ്കിൽ 4:5 ആണ് വരിക. C/D ആൾറെഡി എന്താ തന്നിരിക്കുന്നത്, 4/5 തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ A/B എന്ന് പറയുന്ന റേഷ്യോ എന്തിന് ഈക്വൽ ആണ്, C/D എന്ന് പറയുന്ന റേഷ്യോന് ഈക്വൽ ആണ്. അപ്പൊ ഈ രണ്ട് റേഷ്യോസും നമുക്ക് എന്തിനാന്ന് പറയാൻ പറ്റും, പ്രപ്പോർഷനിലാണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതായത് മെയിൻ ആയിട്ടും 3 തരത്തിലുള്ള പ്രപ്പോർഷൻസ് ആണ് നമ്മുടെ അടുത്ത് കോമൺ ആയിട്ടും ചോദിക്കാറുള്ളത് കേട്ടോ. അത് ഏതൊക്കെയെന്ന് ഒന്ന് ജസ്റ്റ് നോക്കാം. 3 തരത്തിലുള്ള പ്രപ്പോർഷൻസ് ആണ് നമ്മുടെ അടുത്ത് കറക്റ്റ് ആയിട്ട് ചോദിക്കാറുള്ളത്. അത് ഏതൊക്കെയെന്ന് വെച്ചാൽ ഒന്ന് മീൻ പ്രപ്പോർഷൻ, രണ്ടാമത്തത് തേർഡ് പ്രപ്പോർഷൻ, ദെൻ നെക്സ്റ്റ് വൺ വന്നിട്ട് ഫോർത്ത് പ്രപ്പോർഷൻ. ഓക്കെ, ഇങ്ങനെ 3 തരത്തിലുള്ള പ്രപ്പോർഷൻസ് ആണ് നമ്മുടെ അടുത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ കോമൺ ആയിട്ടും ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം. അതായത് മെയിൻ ആയിട്ടും ചോദിക്കുന്ന പ്രപ്പോർഷൻസ് മീന്, തേർഡ്, ഫോർത്ത് പ്രപ്പോർഷൻ ആണ് വരിക കേട്ടോ. അപ്പൊ മീൻ പ്രപ്പോർഷനില് മെയിൻ ആയിട്ടും 2 എലമെന്റ്സ് ആണ് ഉണ്ടാവുക. ജസ്റ്റ് നമ്മുടെ എക്സാമ്പിൾ AB എന്ന് പറയുന്ന 2 എലമെന്റ്സ് ആണ് ഉണ്ടാവുക. തേർഡ് പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ ABC എന്ന് പറയുന്ന 3 എലമെന്റ്സ് ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഫോർത്ത് പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ ABCD എന്ന് പറയുന്ന 4 എലമെന്റ്സ് ആണ് മെയിൻ ആയിട്ടും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഓരോന്നിനും ഓരോ ഫോർമുലാസ് ഉണ്ട്. മീൻ പ്രപ്പോർഷന്റെ ഫോർമുല എങ്ങനെ കറക്റ്റ് ആയിട്ട് എഴുതാന്ന് വെച്ചാൽ ജസ്റ്റ് √A × B ആണ് മീൻ പ്രപ്പോർഷന്റെ എന്ത് വരിക, ഫോർമുല വരിക. ഓക്കെ, ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മെയിൻ പ്രപ്പോർഷൻ കണക്കാക്കേണ്ടത്. ഈ തേർഡ് പ്രപ്പോർഷൻ എങ്ങനെ കണക്കാക്കാന്ന് വെച്ചാൽ പ്രപ്പോർഷന്റെ കറക്റ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നതാണ് തേർഡ് പ്രപ്പോർഷനും ഫോർത്ത് പ്രപ്പോർഷനും കേട്ടോ. അപ്പൊ തേർഡ് പ്രപ്പോർഷൻ നമ്മൾ എങ്ങനെ കണക്കാക്കാന്ന് വെച്ചാൽ A/B എന്ന് പറയുന്ന റേഷ്യോ എന്തിന് ഈക്വൽ ആയിരിക്കും എന്ന് വെച്ചാൽ B/C എന്ന് പറയുന്ന റേഷ്യോന് എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇതാണ് തേർഡ് പ്രപ്പോർഷന്റെ കൺസെപ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തേർഡ് പ്രപ്പോർഷൻ പറഞ്ഞാൽ 2 കൺസെപ്റ്റ് നമുക്ക് തരും. മൂന്നാമത്തെ കൺസെപ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരിക. ഓക്കെ, ഇനി ഫോർത്ത് പ്രപ്പോർഷൻ പറഞ്ഞാൽ എങ്ങനെ വരിക എന്ന് വെച്ചാൽ A/B എന്ന് പറയുന്ന റേഷ്യോ എന്തിന് ഈക്വൽ ആയിരിക്കും എന്ന് വെച്ചാൽ C/D ആയിരിക്കും ഈക്വൽ. അതായത് ഫോർത്ത് പ്രപ്പോർഷനിൽ 4 എണ്ണത്തില് 3 എലമെന്റ്സും നമുക്ക് തരും. നമുക്ക് ബാക്കിയുള്ള 1 എലമെന്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരിക. ഓക്കെ, ഓക്കെ, നമുക്കപ്പോ ജസ്റ്റ് മീൻ പ്രപ്പോർഷൻ, തേർഡ്, ഫോർത്ത് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം കേട്ടോ. അപ്പൊ മീൻ പ്രപ്പോർഷൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ മതി. നമുക്കറിയാം മീൻ പ്രപ്പോർഷൻ ഫോർമുല എങ്ങനെ വരിക, √A, റൂട്ട് ഉള്ളില് A × B ആണ് വരിക. അപ്പൊ 8ഉം 18ഉം പറയുമ്പോൾ റൂട്ടില് 8 × 18 എത്ര വരിക, √8 × 18 എന്ന് പറയുമ്പോൾ 144. അതായത് എത്ര വരിക, അപ്പൊ 12 ആണ് എന്ത് വരിക, 8ന്റെയും 18ന്റെയും മീൻ പ്രപ്പോർഷൻ വരിക. ഓക്കെ, ഇനി അടുത്തത് തേർഡ് പ്രപ്പോർഷൻ അല്ലേ. അപ്പൊ 16ന്റെയും 36ന്റെയും മൂന്നാമത്തെ പ്രപ്പോർഷൻ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്കറിയാം തേർഡ് പ്രപ്പോർഷൻ പറഞ്ഞാൽ ABC എന്ന് പറയുന്ന 3 കൺസെപ്റ്റ് ആണ് വരിക. അതിൽ A/B എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം, B/Cക്ക് ഈക്വൽ ആയിരിക്കണം അല്ലെ. അപ്പൊ നമുക്കിത് എങ്ങനെ കൺസിഡർ ചെയ്യാന്ന് വെച്ചാൽ Aക്ക് 16 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുക, Bക്ക് 36 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുക. ഇവിടെയും എത്ര എങ്ങനെയാണ് വരിക, അപ്പോൾ B എന്ന് പറഞ്ഞാൽ 36. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, C എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ഒന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ A/B എന്ന് പറയുമ്പോൾ 16/36 ഈക്വൽസ് B/C എന്ന് പറയുമ്പോൾ 36/C. അതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ ചെയ്ത് നോക്കുക. 16 × C ഈക്വൽ ടു 36 × 36 ആണ് വരിക. ജസ്റ്റ് ക്യാൻസൽ ചെയ്ത് നോക്കുക. 4 4 തവണ 4 9 തവണ
4 വീണ്ടും 36 9 തവണ. അപ്പൊ സി എത്ര വരിക? 81 ആണ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും കിട്ടുക? 81 ആയിരിക്കും കിട്ടുക അല്ലെ. അപ്പൊ നമുക്കിത് എങ്ങനെ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ ശ്രദ്ധിക്കാവുന്ന, നമുക്കറിയാം എ ബൈ ബി എന്ന് പറയുന്നത് 16/36 ആണ് അല്ലെ. അപ്പൊ 16/36 പറഞ്ഞാൽ ചെറുതാക്കുമ്പോ എത്ര വരിക? 4/9 ആണ് കറക്റ്റ് ആയിട്ട് വരിക അല്ലെ. നമുക്ക് കിട്ടിയ സിയുടെ വാല്യൂ എത്ര വരിക? 81 ആണ് വരിക. 81 36നെയും 81നെയും ചെറുതാക്കുമ്പോൾ നമുക്ക് എത്ര വരിക? 9 4 തവണ 9 9 തവണ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? 81 എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രപ്പോർഷൻ കറക്റ്റ് ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അത് അത്രയേ ഉള്ളൂ. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് 4 9 12ന്റെ നാലാമത്തെ പ്രപ്പോർഷൻ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം നാലാമത്തെ പ്രപ്പോർഷൻ പറയുമ്പോൾ എ ബൈ ബിയുടെ മൂല്യം സി ബൈ ഡിക്ക് ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമുക്ക് എ എന്ന് പറയുമ്പോൾ 4 എന്ന് കൊടുക്കുക, ബി എന്ന് പറയുമ്പോൾ 9 എന്ന് കൊടുക്കുക, സി എന്ന് പറയുമ്പോൾ 12 കൊടുക്കുക, ഡി ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണക്കാക്കേണ്ടത് അല്ലെ. അപ്പൊ ജസ്റ്റ് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം. 4 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 9 ഇൻറ്റു 12 ഈക്വൽ ആണ്. അപ്പൊ 4 12ല് 3 തവണ. അപ്പൊ ഡി എത്ര വരിക? 27 ആണ് വരിക അല്ലെ. അപ്പൊ നമുക്കത് എങ്ങനെ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ 4/9 ആണ് വന്നിരിക്കുന്നത്. 12/27 പറഞ്ഞാലും അതെന്തിന് ഈക്വൽ ആണ്? 3 4 തവണ 3 9 തവണയാണ് വരിക. ഓക്കെ ഓക്കെ, അപ്പൊ ഈ സെഷൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഈ സെഷൻ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.